ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഏറെ പ്രചാരമുള്ള ഒരു പലഹാരമാണ് കൊഴുക്കട്ട. മധുരമുള്ളതും സ്പൈസി ആയിട്ടുള്ളതും അല്ലാത്തതുമായ പലതരത്തിലുള്ള കൊഴുക്കട്ടകൾ നമുക്കറിയാം. ആവിയിൽ വെന്ത് കഴിയുമ്പോൾ പളുങ്കുമണികൾ പോലെ കാണപ്പെടുന്ന അരിമാവിൻ്റെ ചെറിയ ചെറിയ ഉരുളകളെ ഒരു പ്രത്യേക തരം വറവിട്ടെടുക്കുന്ന അമ്മിണി കൊഴുക്കട്ടയും അതിനു പറ്റിയ ഒരു അടിപൊളി കാരച്ചട്നിയുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് കാണാം. കൊഴുക്കട്ടയ്ക്കായി വേണ്ടത് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. ഇത് കാരച്ചട്നിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം സ്ലൈസ് ചെയ്തെടുക്കുക. എക്സ്ട്രാ പുളിയൊന്നും നമ്മൾ ഈ ചട്നിയിൽ ചേർക്കുന്നില്ല, പക്ഷേ പുളി ചേർക്കുന്നതിനേക്കാൾ നല്ലൊരു ടേസ്റ്റാണ് തക്കാളി ചേർക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ വേണ്ടത് 20 വെളുത്തുള്ളിയും 15 ചെറിയ ഉള്ളിയുമാണ്. വലിയ സൈസിലുള്ള ചെറിയ ഉള്ളിയാണെങ്കിൽ ഇതുപോലെ ഒന്ന് 2ആക്കി മുറിച്ചിടുക. ഇതിൻ്റെ കൂടെ തന്നെ 6 വറ്റൽമുളകും 1/2 ടീസ്പൂൺ കടുകും 1 തണ്ട് കറിവേപ്പിലയും ഈ സൈസിലുള്ള 2 ചെറിയ പീസ് കട്ടക്കായവുമാണ് എടുത്തിട്ടുള്ളത്. കട്ടക്കായമാണെങ്കിൽ അതെടുക്കുക, കാരണം നല്ല ഫ്ലേവർ കിട്ടുന്നത് ഇതിനാണ്. ആദ്യം നമുക്ക് കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊടിയൊന്ന് വാട്ടിയെടുക്കാം. ഇതിനായി ഒരു കടായിയിലേക്ക് 1 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. വെള്ളം ചെറുതായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഇളക്കിയ ശേഷം പൊടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു മൂടി കൊണ്ട് മൂടി 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് കാരച്ചട്നി റെഡിയാക്കി എടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കായമിട്ട് വറുത്ത് മാറ്റുക. ഇതുപോലെ തന്നെ വറ്റൽമുളകും വറുത്ത് കോരിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി വാടി വരുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള തക്കാളിയും ഇട്ട ശേഷം നന്നായി വഴറ്റിയെടുക്കുക. 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് യോജിപ്പിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിനെ ചൂടാറിയ ശേഷം മിക്സിയിൽ അരച്ചെടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വാട്ടി വെച്ചിട്ടുള്ള പൊടിയൊന്ന് കുഴച്ചെടുക്കാം. ചൂട് കൂടുതലായി തോന്നുന്നുവെങ്കിൽ ഇതുപോലുള്ളൊരു പാത്രം വെള്ളത്തിൽ കൈമുക്കി കുഴച്ച് ഉരുട്ടി ഒരു ബോളാക്കി എടുക്കുക. ആവിച്ചെമ്പിൻ്റെ ഇതുപോലുള്ളൊരു തട്ടിൽ എണ്ണ പുരട്ടി വയ്ക്കണം. എന്നിട്ട് കുഴച്ച് വെച്ചിട്ടുള്ള അരിമാവിൽ നിന്നും കുറേശ്ശെ എടുത്ത് കൈവെള്ളയിൽ വെച്ച് ഉരുട്ടി ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി തട്ടിൽ നിരത്തി വയ്ക്കാം. ആവിച്ചെമ്പ് ചൂടായി വരുമ്പോൾ ഈ തട്ട് ഇറക്കി വെച്ച് മൂടി കൊണ്ട് മൂടി 10 മിനിറ്റ് വേവിച്ചെടുക്കുക. 10 മിനിറ്റിന് ശേഷം തുറന്നു കഴിയുമ്പോൾ കൊഴുക്കട്ടകളെല്ലാം തന്നെ വെന്ത് പാകമായിട്ടുണ്ടാകും. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കൊഴുക്കട്ടയ്ക്കുള്ള വറവിടലാണ്. ഇതിനായി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും അത് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ പൊട്ടുകടലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ്. അത് ചേർത്ത് നല്ല മൂത്ത മണം വരുമ്പോൾ 3 വറ്റൽമുളക് നുറുക്കിയതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കുക. എന്നിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കൊഴുക്കട്ടകളും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. താല്പര്യമുള്ളവർക്ക് ഈ സമയം ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇപ്പോൾ അമ്മിണി കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അടുത്തതായി നമുക്ക് കാരച്ചട്നി ഒന്ന് വറവിട്ടെടുക്കാം. ബാക്കിയുള്ള ഇതേ എണ്ണയിൽ തന്നെ 1/2 ടീസ്പൂൺ കടുകും അത് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്നും 1 തണ്ട് കറിവേപ്പിലയും 3 വറ്റൽമുളകും കൂടെ ചേർത്ത ശേഷം അരച്ച് വെച്ചിട്ടുള്ള കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കാരച്ചട്നിയും റെഡിയാണ്. വെളുത്ത മുത്തുമണികൾ നിരത്തി വെച്ച പോലുള്ള ക്യൂട്ടായിട്ടുള്ള അമ്മിണി കൊഴുക്കട്ട അഥവാ മണിക്കൊഴുക്കട്ടയ്ക്ക് കാരച്ചട്നിയോളം യോജിച്ചൊരു കോമ്പിനേഷൻ വേറൊന്നില്ല. കാരച്ചട്നി അമ്മിണി കൊഴുക്കട്ടയ്ക്ക് മാത്രമല്ല കേട്ടോ, ഇഡ്ഡലി, ദോശ എന്നിവയുടെ കൂടെ സൂപ്പറാണ്. പാത്രം കാലിയാവുന്ന വഴിയറിയില്ല. ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.